ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണ് മുന്നോടിയായി മെഗാ താരലേലം നടക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലേലവുമായി ബന്ധപ്പെട്ട സുപ്രധാന അപ്ഡേറ്റുകൾ BCCI പുറത്തുവിട്ടിരുന്നു. മെഗാ ലേലത്തിന് മുൻപ് ടീമുകൾക്ക് പരമാവധി 6 കളിക്കാരെ നിലനിർത്താനാകുമെന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാന കാര്യം. ഇത് റിട്ടൻഷനിലൂടെയോ ടീം ഓപ്ഷനിലൂടെയോ ആകാം. ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഓരോ ഫ്രാഞ്ചൈസികളും ആരെയൊക്കെ നിലനിർത്തുമെന്ന കാര്യത്തിൽ ക്രിക്കറ്റ് പ്രേമികൾ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. IPLലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ മുംബൈ ഇന്ത്യൻസ് നിലനിർത്തുക ആരെയൊക്കെ ആയിരിക്കുമെന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയാണ് ആരാധകർക്കുള്ളത്. അതിനിടെ ഇപ്പോൾ അവരുടെ മുൻ നായകനായ രോഹിത് ശർമ്മ ടീമിൽ തുടരില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. താരത്തിന്റെ അടുത്ത ടീം ഏതായിരിക്കുമെന്ന കാര്യത്തിലും സുപ്രധാന സൂചനകൾ വന്നിട്ടുണ്ട്. ഇതേതാണെന്ന് നോക്കാം. കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിൽ ഇനി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. വരാനിരിക്കുന്ന IPL സീസണിൽ താരം ലക്നോ സൂപ്പർ ജയൻസിൽ കളിക്കാനുള്ള സാധ്യത വളരെ ശക്തമാണെന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ IPL മെഗാ ലേലത്തിന് മുൻപ് ട്രേഡ് വിൻഡോ ഇല്ലാത്തതിനാൽ രോഹിത്തിനെ ടീമിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന ലക്നോവിന് അതിനായി ലേലത്തിൽ വൻ തുക മുടക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. വരാനിരിക്കുന്ന സീസണ് മുൻപ് KL രാഹുൽ ലക്നോ വിടാനാണ് സാധ്യത. കഴിഞ്ഞ 3 സീസണുകളിലും ലക്നോവിന്റെ നായകനായിരുന്നു രാഹുൽ പോകുന്നതോടെ വരുന്ന ഒഴിവിൽ രോഹിത്തിനെ സ്വന്തമാക്കി ടീമിന്റെ പുതിയ നായകനാക്കാൻ ലക്നോ തീരുമാനിച്ചാൽ അത്ഭുതപ്പെടാനില്ല. രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതിനൊപ്പം ഹാർദിക് പാണ്ഡ്യ അവരുടെ നായകനായി തുടരുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ എത്തിയത് മുതൽ ടീമിന് അത്ര നല്ല കാലമല്ല. എന്നാൽ ഹാർദിക്കിലുള്ള വിശ്വാസം ടീം മാനേജ്മെന്റിന് നഷ്ടപ്പെട്ടിട്ടില്ല. ഹാർദിക്കിന് പുറമെ സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ, തിലക് വർമ്മ എന്നിവരെയും മുംബൈ ഇന്ത്യൻസ് റിട്ടേൺ ചെയ്തേക്കുമെന്നാണ് സൂചനകൾ. മുംബൈ ഇന്ത്യൻസിൽ നിലനിൽക്കാതെ രോഹിത് ശർമ്മ മെഗാ ലേലത്തിലേക്ക് വരുമെന്നാണ് ഉയരുന്ന റിപ്പോർട്ടുകൾ. ഇത് ലക്നൌവിൽ കളിക്കാനുള്ള താല്പര്യം മുൻനിർത്തിയാവാം എന്നാണ് കരുതപ്പെടുന്നത്. മുൻ ഇന്ത്യൻ സൂപ്പർ താരവും മുംബൈ ഇന്ത്യൻസിന്റെ പരിശീലകരിൽ ഒരാളുമായിരുന്ന സഹീർ ഖാന്റെ ഇടപെടലും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയുടെ ഇതിഹാസ താരമായ സഹീർ ഖാൻ നിലവിൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ മെന്ററാണ്. മുംബൈ ഇന്ത്യൻസിൽ രോഹിത്തും സഹീറും ഏറെക്കാലം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള സൗഹൃദവും രോഹിത്തിന്റെ കൂടുമാറ്റത്തെ സ്വാധീനിക്കുമെന്നാണ് സൂചനകൾ. IPL ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മ. 2008 പ്രഥമ സീസൺ മുതൽ ലീഗിന്റെ അവിഭാജ്യ ഘടകമായ അദ്ദേഹം 6 IPL കിരീടങ്ങളിൽ മുത്തമിട്ടിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം ഡെക്കാൻ ചാർജേഴ്സിനൊപ്പവും 5 എണ്ണം മുംബൈ ഇന്ത്യൻസിനൊപ്പവുമായിരുന്നു. IPLൽ മൊത്തം 257 മത്സരങ്ങളുടെ പരിചയസമ്പത്തുള്ള താരം 6628 റൺസും സ്കോർ ചെയ്തു. 2 സെഞ്ചുറികളും 43 അർദ്ധ സെഞ്ചുറികളുമാണ് സമ്പാദ്യം.